എട്ടാം ക്ലാസ് കേരള പാഠാവലിയിലെ മൊഴിയാഴം എന്ന ഭാഗത്തിലെ ഓർമ്മയിലെ തീനാളങ്ങൾ എന്ന പാഠഭാഗം പരിചയപ്പെടാം. മലയാളത്തിലെ പ്രശസ്ത നാടകകൃത്തായ CN ശ്രീകണ്ഠൻ നായർ എഴുതിയ നാടകത്രയമാണ് സാകേതം, കാഞ്ചനസീത, ലങ്കാലക്ഷ്മി എന്നിവ. ഇതിലെ സാകേതം എന്ന നാടകത്തിൽ നിന്നും എടുത്തതാണ് പാഠഭാഗം. സാകേതം എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രം ദശരഥനാണ്. അയോധ്യ രാജാവായ ദശരഥന് 10 ദിശകളിലേക്കും രഥം ഓടിക്കാനും ശബ്ദം മനസ്സിലാക്കി മൃഗയാ വിനോദം അഥവാ നായാട്ട് നടത്താനും ഒക്കെ അസാമാന്യ കഴിവുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം അഹങ്കരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കഴിവ് ദശരഥൻ്റെ തന്നെ ജീവിതത്തിൽ നാശം വരുത്തുന്നത് എങ്ങനെയെന്നാണ് ഈ പാഠഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദശരഥൻ തൻ്റെ 3 ഭാര്യമാരിൽ ഒരാളായ കൗസല്യയോട് തനിക്ക് കിട്ടിയ ശാപകഥ വിവരിക്കുന്നതാണ് ഓർമ്മയിലെ തീനാളങ്ങൾ എന്ന പാഠഭാഗത്തിന് ആധാരം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ദശരഥൻ കൗസല്യയുടെ ആ കൈ പിടിച്ച് മുഖം അമർത്തുന്നു. ക്രമേണ തലപൊക്കി. ദേവി, ഇപ്പോൾ ആ ചിത്രം ഓർമ്മയിൽ തെളിഞ്ഞു. നീഹാരക്കോടിയിട്ട സരയൂ തടം. 4-ാം യാമത്തിൽ ചിലയ്ക്കുന്ന കിളികൾ ഉണർന്നു കഴിഞ്ഞു. ഞാൻ പുൽത്തറയിൽ ഉറങ്ങുകയായിരുന്നു. ആന തുമ്പിക്കൈയിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് പെട്ടെന്നുണർന്നു. വില്ലുകുലച്ച ശബ്ദത്തിൻ്റെ ലാക്കു നോക്കി എയ്തു. കഷ്ടം, ആ നിലവിളി ഞാൻ ഇപ്പോഴും കേൾക്കുന്നു. ആ കൂരിരുട്ടിൽ ഞാൻ അവിടെ പാഞ്ഞെത്തി. ദേവി, ആ കുമാരൻ്റെ ചോര വാർന്നൊലിക്കുന്ന മൃദുശരീരം ഞാൻ ഇപ്പോഴും വ്യക്തമായി കാണുന്നു. ഞാൻ അങ്ങയോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് കുമാരൻ ചോദിച്ചു. അച്ഛനമ്മമാർക്ക് ദാഹജലം നൽകാൻ കുടവുമായി പുഴക്കരികിൽ വന്നതാണ്. ഞാൻ കേണുവീണ് മാപ്പിരന്നു. പിന്നീട് കുമാരൻ പറഞ്ഞ വഴി നടന്ന് ആശ്രമത്തിലെത്തി. ആ വൃദ്ധ ദമ്പതികൾ ദാഹിച്ചു വലഞ്ഞ് മകനെ കാത്തിരിക്കുകയാണ്. ഇരുവർക്കും കണ്ണു കാണാൻ പാടില്ല. കാലടി ശബ്ദം കേട്ട് അവർ ചോദിച്ചു, എന്ത് മകനെ വൈകാൻ? അച്ഛനമ്മമാർക്ക് നീയല്ലാതെ ആരുണ്ട്? ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞുവല്ലോ. വെള്ളത്തിൽ കളിച്ചു നീ സമയം പാഴാക്കിയല്ലേ? സംഭവിച്ചതെല്ലാം ഞാൻ തപസ്വികളെ അറിയിച്ചു. ഉടൻ മകൻ്റെ അരികിൽ കൊണ്ടു ചെന്നാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അവിടെ ഇരുവരും മകൻ്റെ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഒടുവിൽ മുനിയുടെ നിയോഗപ്രകാരം ഞാൻ ചിത കൂട്ടി. മകനെ തീയിൽ വച്ച ശേഷം അച്ഛനും അമ്മയും ഒരുമിച്ച് ചിതയിൽ പ്രവേശിച്ചു. ശരീരത്തിൽ തീ കത്തിപ്പിടിക്കുമ്പോൾ മുനി ഇപ്രകാരം അരുളി ചെയ്തു, നീ അറിയാതെ ചെയ്ത പാപമാകയാൽ നിനക്ക് വലിയ വിപത്തുണ്ടാകുകയില്ല. പക്ഷെ നീയും പുത്രശോകത്താൽ മരിക്കും. ദേവി, ആ സ്ഫുടമായ വാക്യങ്ങൾ ഞാൻ ഇപ്പോഴും കേൾക്കുന്നു. ആ പൊട്ടിത്തെറിക്കുന്ന തീനാളങ്ങൾ എനിക്ക് വ്യക്തമായി കാണാം. ആ മുഹൂർത്തം അടുത്തു കഴിഞ്ഞു. ഇനി ഒരു രക്ഷാമാർഗവുമില്ല. ആ തീനാളങ്ങൾ ഇനി എന്നെ വിഴുങ്ങാൻ താമസമില്ല. ഇതാണ് പാഠഭാഗം. ഇനി പാഠഭാഗത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ദശരഥനോട് ഭാര്യയായ കൈകേയി മൂത്ത മകനായ രാമന് 14 വർഷം വനവാസവും ഭരതന് രാജ്യവും ആവശ്യപ്പെട്ടു. അതുപ്രകാരം രാമൻ വനവാസത്തിനായി കാട്ടിലേക്ക് പോയി. ആ ദുഃഖഭാരം കൊണ്ട് ആകെ തളർന്ന് മരണത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ദശരഥൻ ഭാര്യയായ കൗസല്യയോട് തൻ്റെ ശാപകഥ വിവരിക്കുകയാണ്. ഒരു നാൾ ദശരഥൻ മൃഗയാ വിനോദത്തിനായി, അതായത് നായാട്ടിനായി സരയൂ നദിക്കരയിൽ എത്തിയിരുന്നു. ശബ്ദം കേട്ട് മൃഗത്തിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിവുണ്ടായിരുന്ന ദശരഥൻ ആന തുമ്പിക്കൈയിൽ വെള്ളം കോരുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു മുനികുമാരനെ അമ്പെയ്തു വീഴ്ത്തുകയാണ്. ഓടിയെത്തിയ ദശരഥനോട് താൻ എന്ത് തെറ്റ് ചെയ്തുവെന്ന് മുനികുമാരൻ ചോദിച്ചു. കണ്ണു കാണാത്ത അച്ഛനമ്മമാർക്ക് കുടിക്കാനുള്ള വെള്ളത്തിനായി നദിക്കരയിൽ എത്തിയതായിരുന്നു ആ മുനികുമാരൻ. ദശരഥൻ കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചു. പിന്നീട് മുനികുമാരൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ തേടി ആശ്രമത്തിലെത്തി. നടന്നതൊക്കെ ദശരഥൻ അവരെ അറിയിച്ചു. മാതാപിതാക്കൾ തങ്ങളെ അവൻ്റെ ശരീരത്തിനടുത്തെത്തിക്കാൻ ആവശ്യപ്പെട്ടു. ചിത കൂട്ടാൻ പറയുകയും ആ ചിതയിൽ ചാടി അവർ ആത്മഹത്യ ചെയ്യുകയുമാണ്. ശരീരത്തിൽ തീ പടർന്ന സമയത്ത് ആ മുനി ദശരഥനെ ശപിക്കുകയാണ്. അറിയാതെ ചെയ്ത തെറ്റാണെങ്കിലും നീയും പുത്രദുഃഖത്താൽ മരിക്കുമെന്നതായിരുന്നു അത്. ഇപ്പോൾ ആ ശാപം തന്നെ തേടിയെത്തിയെന്ന് ദശരഥൻ തിരിച്ചറിയുന്ന സന്ദർഭമാണിത്. മനുഷ്യൻ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളാണെങ്കിലും അവയുടെ കർമ്മഫലം നമുക്ക് അനുഭവിക്കേണ്ടതായി വരുന്നു എന്ന് ഈ പാഠഭാഗം ഓർമ്മിപ്പിക്കുന്നു.